മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. VSSCയിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളികളിൽ നിന്നായി 15 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. VSSCയിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചു. VSSCയിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട്. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളികളിൽ നിന്നായി 15 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പാളികൾ വീണ്ടും മാറ്റുക എന്നതിൽ ഉൾപ്പെടെ നിർണായകമാണ് പരിശോധനാ റിപ്പോർട്ട്. 1998 UV ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ അതേ പാളികൾ തന്നെയാണോ നിലവിൽ ഉള്ളതെന്ന് കണ്ടെത്താനായാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധന ഫലം ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. VSSCയിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പാളികൾ വീണ്ടും മാറ്റുക എന്നതിൽ ഉൾപ്പെടെ നിർണായകമാണ് ഈ ഒരു പരിശോധനാ റിപ്പോർട്ട്. 1998 UV ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ അതേ പാളികൾ തന്നെയാണോ നിലവിലുള്ളത് എന്ന് കണ്ടെത്താനായാണ് പരിശോധന നടത്തിയത്. ഏതായാലും ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. VSSCയിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ടുള്ളത്. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളികളിൽ നിന്നായി 15 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പാളികൾ വീണ്ടും മാറ്റിയോ എന്നതിൽ ഉൾപ്പെടെ നിർണായകമാണ് ഈ ഒരു പരിശോധനാ റിപ്പോർട്ട്. 1998 UV ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ അതേ പാളികൾ തന്നെയാണോ നിലവിലുള്ളതെന്ന് കണ്ടെത്താനാണ് ഈ ഒരു പരിശോധന നടത്തിയത്.